ആചാരങ്ങളുടെ അഭിഷേക കാവടികൾ ഒരുക്കുന്ന തിരക്കിലാണ് കൊടകര കാവിൽ ഇടയപുറത്ത് അരവിന്ദാക്ഷൻ എന്ന 71-കാരൻ. അരവിന്ദാക്ഷന്റെ കരവിരുതിലാണ് കൊടകര ഷഷ്ഠിയുടെ അഭിഷേക കാവടികൾക്ക് വർണ്ണശോഭയേറുന്നത്. പൂനിലാർക്കാവ് ദേവസ്വത്തിന്റേതാണ് അഭിഷേകത്തിനുള്ള കുട്ടിക്കാവടികളെങ്കിലും 3.5 പതിറ്റാണ്ടിലേറെയായി അവയെ വർണ്ണാഭമാക്കുന്നത് അരവിന്ദാക്ഷന്റെ ദിവസങ്ങളോളം നീളുന്ന പരിശ്രമം കൊണ്ടാണ്. 1 മാസം മുമ്പ് തന്നെ ഈ അമ്പലക്കാവടികളെ അരവിന്ദാക്ഷൻ വീട്ടിലെത്തിച്ച് പഴയ കടലാസു പൂക്കളെല്ലാം മാറ്റും. മയിൽപീലി, വർണ്ണക്കടലാസുകൾ, ഈർക്കിൽ, പശ എന്നിവ ഉപയോഗിച്ചാണ് കാവടികളുടെ നിർമ്മാണം. 22 കാവടികളാണ് ഇക്കുറി നിർമ്മിച്ചിരിക്കുന്നത്. കാവടികളുടെ അവസാനഘട്ട മിനുക്കുപണിയിലാണിപ്പോൾ അരവിന്ദാക്ഷൻ. ഒരു 32 വർഷത്തോളമായിട്ട് കൊണ്ടുവന്ന് അലങ്കരിച്ച് കൊണ്ടുനടക്കല്. വളരെ കാലങ്ങളായിട്ട് ഇതിന്റെ പണികളൊക്കെ നമ്മൾ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ഒരു വഴിപാട് പോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജീവിതകാലം വരെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. ഷഷ്ഠിയുടെ തലേദിവസം പൂനിലാർക്കാവിലെ മേൽശാന്തി ഈ കാവടികളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകത്തിനുള്ള പനിനീര്, ഭസ്മം, പഞ്ചാമൃതം, കളഭം എന്നിവ കെട്ടിയൊരുക്കും. ഷഷ്ഠി ദിവസം ആദ്യ അഭിഷേകം പൂനിലാർക്കാവ് ദേവസ്വത്തിന്റേതാണ്. ഈ കാവടികളുമായാണ് അവർ അഭിഷേകത്തിന് പുറപ്പെടുക. അവിടെ എത്തി അഭിഷേകം നടത്തിയ ശേഷം കാവടികൾ തിരികെ പൂനിലാർക്കാവിലെത്തും. തുടർന്ന് വിവിധ കാവടി സംഘങ്ങളും അവരുടെ കാവടികളുമായി താളവാദ്യത്തിന്റെ അകമടിയോടെ അഭിഷേകത്തിനെത്തും. ഭക്തരുടെ അഭിഷേകങ്ങളും തുടർച്ചയായി നടക്കും. കുട്ടികളെ കൊണ്ട് വ്രതമെടുപ്പിച്ച് കുട്ടിക്കാവടികളുമേന്തി ഷഷ്ഠി ദിവസം കുന്നിൻ മുകളിൽ എത്തുന്നവരും അനവധിയാണ്. മുൻകാലങ്ങളിൽ ഷഷ്ഠി ദിവസം അഭിഷേകത്തിനെത്തുന്നവർ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ വ്രതമെടുത്ത് മുദ്രയണിഞ്ഞ് കാവിയുടുത്ത് പൂക്കാവടിയുമേന്തി ഊരി ചുറ്റുക പതിവായിരുന്നു. 2 പതിറ്റാണ്ടു മുമ്പ് നടനും നാടക സംവിധായകനുമൊക്കെയായി കലാരംഗത്ത് നിറഞ്ഞു നിന്ന പ്രതിഭയാണ് അരവിന്ദാക്ഷൻ. സിനിമാ താരം കമൽഹാസന്റെ നൃത്തഗുരുവായ ജെമിനി TR ഗോപാലകൃഷ്ണന്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. പൂനിലാർക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭരണസമിതി അംഗവുമായ അരവിന്ദാക്ഷന് അഭിഷേക കാവടികളുടെ നിർമ്മാണം മുരുകസ്വാമിക്കുള്ള സമർപ്പണം കൂടിയാണ്. TC വിനോസ്, കൊടകര.